മറ്റൊരു ഹദീസ് നോക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖത്തുൻ കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും മനുഷ്യന് അവന്റെ ഓരോ സന്ധികൾക്കും സദഖ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇബ്നു ആദം 60 و300 മിഫ്സൽ. ആദമിന്റെ പുത്രന് അവന്റെ ശരീരത്തിൽ 360, ഇബ്നു ആദം ലഹു 60 و300 മിഫ്സൽ. അവന് 360 ജോയിന്റുകൾ ഉണ്ട്. അവന്റെ ശരീരത്തിൽ 360 ജോയിന്റുകൾ ഉണ്ട്. അതിൽ ഓരോ ജോയിന്റിനും അവനെന്തുണ്ട്? സദഖ കൊടുക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ജോയിന്റിനും അതിന് പകരം എന്നോണം സദഖ കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ചില സദഖകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതിലൊന്ന് പറഞ്ഞത് തഅദിലു ബൈന ഇസ്നൈനി സദഖ, രണ്ടാൾക്കിടയിൽ നീതിപൂർവം വിധി നടപ്പിലാക്കുക എന്നുള്ളത് സദഖയാണ്. രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി, നീതിപൂർവം അത് വിധി നടപ്പിലാക്കുക എന്നുള്ളത് സദഖയാണ്. വതുഈനു الرجل في دابته فتحمله عليها, ഒരാൾ വാഹന മൃഗത്തിൽ കയറാൻ, മുമ്പൊക്കെ വാഹന മൃഗാണല്ലോ, ആ വാഹന മൃഗത്തിൽ കയറാൻ പ്രയാസപ്പെടുന്നയാളെ സഹായിക്കണം. അയാളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അയാളുടെ വാഹനത്തിൽ കയറാൻ സഹായിച്ചാൽ, ഔ തർഫഉ ലഹു അലൈഹാ മതാഅഹു സദഖ, അല്ലെങ്കിൽ അവന്റെ ലഗേജ്, അവന്റെ ചുമട് അവന്റെ വാഹന മൃഗത്തേക്കൊന്ന് എടുത്ത് പൊക്കിക്കൊടുത്താൽ അത് സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളെ വാഹന മൃഗത്തിൽ കയറാൻ വേണ്ടി ഒന്ന് സഹായിച്ചു, അല്ലെങ്കിൽ അവന്റെ ഒരു ചുമട് അവനൊന്ന് പൊക്കിയെടുത്ത് വെച്ചു കൊടുത്തു, ഇതൊക്കെ സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, ഒരു നല്ല വാക്ക് സദഖയാണ്. നല്ല വാക്ക് ദാത്തിൽ തന്നെ ഖൈറായ വാക്കുകൾ ഉണ്ടാവും. ദിക്റുകൾ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സലാം പറയുക, ഇതൊക്കെ എന്താണ്? ആ വാക്ക് തന്നെ ഖൈറാണ്. ഇനി ആ വാക്ക്, ആ അൽഫാളുകൾ നേർക്ക് നേരെ ഖൈറല്ലെങ്കിലും അത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല വാക്കുകൾ സംസാരിക്കുക എന്നുള്ളത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നന്നായി നല്ല രൂപത്തിൽ സംസാരിക്കുക, നല്ല വാചകം, അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അപ്പോൾ ഒരാളോട് മാന്യമായി ഒന്ന് സംസാരിക്കുന്നത് പോലും സദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹാ ഇലസ്സലാത്തി സദഖ, നീ പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാലടിയും സദഖയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 500 അടി, 100 അടി, അല്ലെങ്കിൽ 1000 അടി നമ്മൾ കാല് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ 1000 സദഖ ചെയ്തതുപോലെയാണ്. അപ്പോ മസ്ജിദിലേക്കുള്ള ഓരോ സ്റ്റെപ്പും സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വതുമീതുൽ അദ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ, ജനങ്ങൾക്ക് ഉപദ്രവമുള്ള കാര്യം മാറ്റുക എന്നുള്ളത് സദഖയാണ്. അപ്പൊ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സമ്പത്ത് ആവശ്യമില്ലാത്ത പല സദഖകളും പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, നമ്മൾ ആരെ സഹായിക്കുകയാണെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാം, വഅഉനുർ റജുലി അഖാഹു അല ശൈഇ സദഖ, ഒരു കാര്യത്തിനു വേണ്ടി തന്റെ സഹോദരനെ സഹായിക്കുക, ഹലാലായ ഒരു കാര്യത്തിനു വേണ്ടി തന്റെ സഹോദരനെ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. ഹലാലാകണം, ഹറാമിന് സഹായിക്കാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിന് തിന്മക്ക് സഹായിക്കാൻ പാടില്ല, ഹറാമായ കാര്യത്തിന് സഹായിക്കാൻ പാടില്ല. അനുവദനീയമായ ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരാളെ സഹായിച്ചാൽ, അയാൾക്കൊരു ചെറിയ സഹായം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുത്താൽ അത് സദഖയാണ്. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയം, സഹായിക്കപ്പെടേണ്ട ആളുകൾ സാധുക്കളാണ്, സാധുക്കൾ കൂടുതൽ സഹായിക്കപ്പെടണം,
പ്രത്യേകിച്ചും സാമ്പത്തികമായി അവർക്ക് സഹായം കൂടുതൽ ആവശ്യമുണ്ടാകും. പക്ഷേ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ തന്റെ സഹോദരനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സഹായിച്ചാൽ, തന്റെ മുസ്ലിമായ സഹോദരനെ ഏതെങ്കിലും നിലക്ക് സഹായിച്ചാൽ, അത് പണക്കാരനെന്നോ പണമില്ലാത്തവനെന്നോ വ്യത്യാസമല്ല. ഒരു സമ്പന്നനായ ആളെ സഹായിക്കുന്നതും കൂലി കിട്ടുന്ന കാര്യമാണ്. സമ്പന്നനായ ആൾക്ക് സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാകില്ല എന്നുള്ളത് ശരിയാണ്, വേറെ പല സഹായങ്ങളും ആവശ്യമുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കാണാം, കുല്ലു മഅറൂഫിൻ തസ്നഉഹു ഇലാ ഗനിയ്യിൻ വഫഖീരിൻ ഫഹുവ സദഖ. ഏതൊരു നന്മയും നീ ചെയ്യുന്ന ഏതൊരു നന്മയും, അത് ഫഖീറിനാകട്ടെ സമ്പന്നനാകട്ടെ, പണക്കാരനാകട്ടെ പണമില്ലാത്തവനാകട്ടെ, നീ അവന് ചെയ്യുന്ന ഏതൊരു സഹായവും ഏതൊരു നന്മയും ഫഹുവ സദഖ, സദഖയാണ്. അപ്പൊ ഒരു സമ്പന്നനാണെങ്കിലും അയാളെ സഹായിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകും. അയാൾക്ക് പൈസ ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അയാളെ പല രൂപത്തിലും സഹായിക്കാം. അപ്പോ ഈ രൂപത്തിൽ മറ്റുള്ളവരെ ഏതു തരത്തിൽ ഹലാലായ അലശൈ എന്ന് പറഞ്ഞാൽ അതിൽ ഏതും പെട്ടും, അതിൽ ഹറാമ് പാടില്ല. ഹറാമായ കാര്യത്തിന് ഒരാളെയും നമ്മൾ സഹായിക്കാൻ പാടില്ല. ഹലാലായ എന്തൊരു കാര്യത്തിനും നമ്മൾ മറ്റൊരാളെ സഹായിച്ചാൽ അത് സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇത് ശരിക്കും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരാളെ സഹായിക്കാൻ കിട്ടുന്ന അവസരം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് വേറെയും ഖൈറുണ്ട്. ആരെ നമ്മൾ സഹായിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അയാൾ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും. വലിയൊരു ഓഫറാണ്. നമ്മൾ ഈ ഹദീസിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അയാളുടെ സഹായമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സഹായത്തെക്കാൾ എത്രയോ മികച്ചതായിരിക്കും അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ അംറുക ബിൽ മഅറൂഫി വനഹ്യുക അനിൽ മുൻകരി സദഖ. നേരത്തെ പറഞ്ഞ വിഷയം തന്നെ, ഒരു നന്മ കൽപ്പിക്കുക എന്നുള്ളതും ഒരു തിന്മ നീ വിരോധിക്കുക എന്നുള്ളതൊക്കെ സദഖയാണ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇർഷാദുക റജുല ഫി അർദി ദ്ദലാലി ലക സദഖ. വഴിതെറ്റിയ ഒരാൾ യാത്ര പോകും, വഴിതെറ്റി, അയാൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് സദഖയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന, ചിലപ്പോൾ അയാൾ വഴിതെറ്റി പോകുമ്പോൾ ആരെങ്കിലും വഴി ചോദിക്കും. ആ വഴി ചോദിച്ചു പറയുമ്പോൾ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പോയാൽ മതി, ഈ റൂട്ടിൽ പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്ന് പറയുന്നത് സദഖയാണ്. അതിലും നമ്മൾ യാതൊരു മടി കാണിക്കണം. ചില ആളുകൾക്ക് അതൊരു വലിയ പ്രയാസം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വഴി തെറ്റി കൊടുക്കും, അങ്ങോട്ട് എങ്ങനെ പോകുക, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകുക എന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക, എളുപ്പ വഴികളും അവർക്ക് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് സദഖയാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബസറുക ലിർറജുലി റദീഇൽ ബസർ. റദീഉൽ ബസർ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറഞ്ഞയാൾ, അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, കാഴ്ച കുറഞ്ഞയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് സദഖയാണ്. അയാൾക്ക് നടന്നു പോകാൻ പ്രയാസം ഉണ്ടാകും, അപ്പൊ അയാൾക്ക് കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുക, അയാൾ കൈപിടിച്ച് അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇമാതതുകൽ ഹജറ വശൗകത വൽഅദ്മ അനി ത്വരീഖി ലക സദഖ. വഴിയിൽ നിന്ന് കല്ലാകട്ടെ മുള്ളാകട്ടെ എല്ലാകട്ടെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളത് സദഖയാണ്. വഇഫ്റാഗുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. നിന്റെ പാത്രത്തിൽ നിന്ന്, നിന്റെ ബക്കറ്റിൽ നിന്ന് തന്റെ സഹോദരന്റെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൽ പോലും സദഖയാണ്. അപ്പൊ നമ്മളെ വെള്ളം അടുത്ത ആൾക്ക് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ പാത്രത്തിലുള്ള വെള്ളം അടുത്ത ആൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് സദഖയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സഹാബത്ത് ചോദിക്കണം, യാ റസൂലല്ലാഹ് വമിൻ ഐന ലനാ സദഖത്തുൻ നതസദ്ദഖു ബിഹാ. ഞങ്ങൾക്ക് സദഖ കൊടുക്കാൻ എവിടുന്നാണ് സദഖയുള്ളത്? ഞങ്ങൾക്ക് സദഖ കൊടുക്കാൻ എവിടെ നിന്നാണ് സമ്പത്ത് എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന അബ്വാബൽ ഖൈരി ലകസീറ.
നന്മകളുടെ വാതിലുകൾ ധാരാളമുണ്ട്. എന്നിട്ട് അതിൽ പലതും നേരത്തെ പറഞ്ഞതൊക്കെ അതിൽ പലതും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക, ഉപദ്രവം നീക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാത്തൊരു വിഷയം വതുസ്മിഉൽ അസമ്മ. കേൾവി ശക്തിയില്ലാത്തയാൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അയാൾക്ക് ചെവി കേൾക്കൂല, അയാൾക്ക് തിരിയുന്ന രൂപത്തിൽ അയാളോട് ആ കാര്യം ആംഗ്യ ഭാഷയിലോ മറ്റൊന്ത് ചെയ്യുക, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. കേൾവിയില്ലാത്ത ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പല സംവിധാനങ്ങളും ഉണ്ട്. അതുപോലും സ്വതഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വേറൊരു റിവായത്തിൽ കാണാൻ സാധിക്കും ഇതിന്റെ വതുസ്മിഉൽ അസമ്മ വൽ അബ്കം ഹത്താ യഫ്ഖഹ്. സംസാരിക്കാൻ കഴിയാത്ത ആൾ, അബ്കം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാണ് പറയാം. അസം എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആൾ. അയാൾക്ക് ആ രണ്ടുപേർക്കും അഥവാ ചെവി കേൾക്കാത്ത ആളുകൾക്കും സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്കും അവർക്ക് തിരിയുന്നത് വരെ, അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നത് വരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. ചിലപ്പോൾ ആംഗ്യഭാഷയിലായിരിക്കും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സദഖയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നോക്ക്. ഇപ്പോൾ ഒരു കേൾവിയില്ലാത്ത ആൾക്കുണ്ടാകുന്ന പ്രയാസം ചെറുതാകൂല, സംസാരിക്കാൻ കഴിയാത്ത ആൾക്കുണ്ടാകുന്ന പ്രയാസം ചെറുതാകൂല. അപ്പൊ അയാളെ പരിഗണിച്ച് അയാളോട് പറയാനുള്ള കാര്യം അയാൾക്ക് തിരിയുന്ന രൂപത്തിൽ അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വലിയ നന്മയാണ്. അയാൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും? അയാളെ പരിഗണിച്ചു എന്നുള്ള സന്തോഷം ഉണ്ടാവും, അയാൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു അതിൽ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നയാൾക്ക് അതിന് കൂലിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്.